പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീനും തക്കാളിയും വെച്ചിട്ട് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു തക്കാളി ചെമ്മീൻ കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിൽ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതേ അളവിൽ ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴന്നു പോവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഇതിൻ്റെ കളറൊന്ന് മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സൈസിലെ തക്കാളിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഇതിപ്പം ചെറുതായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു പരുവമല്ല കിട്ടേണ്ടത്, നന്നായിട്ടിത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായി വേവിച്ച് ഉടച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കണം, ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഇനിയും ഇതിലേക്ക് എത്രയാണ് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് ചാറാക്കുന്നില്ല, കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയ ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ആ ഒരു അരപ്പ് നമ്മുടെ ഈ ഒരു ചെമ്മീനിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനിയും ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചെമ്മീനകത്തുനിന്ന് തന്നെ ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഇറങ്ങിക്കിട്ടും. ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടായ വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് തിളച്ച് പോവരുത്. ആ ഒരു തേങ്ങയുടെ പച്ചച്ചുവ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനിയും ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കുറച്ചൊരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇത് നമ്മുടെ ആ ഒരു കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനിയിപ്പം ഇതിലേക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഇതുപോലെ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നല്ല നാടൻ കറിയായ തക്കാളി ചെമ്മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എന്നിവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഉണക്കച്ചെമ്മീൻ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രുചിയാട്ടോ ഇതിന്. ചാറ് ആക്കിയില്ലെങ്കിലും ഇതുപോലെ ഗ്രേവി ടൈപ്പിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്